ഇറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായത്തിലെ 6-ാം വാക്യമാണ്. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. നമ്മളൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പല പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും മനുഷ്യരെല്ലാവരും കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കടന്നു പോകുമ്പോഴെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മാനുഷികമായ ബുദ്ധികൾ കടന്നു വരികയും നമ്മൾ മാനുഷികമായ പല കാര്യങ്ങളിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ നിന്നകന്ന് നമ്മുടേതായ വഴിയിൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഹെബ്രായർ ലേഖനത്തിൽ കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ശരിക്കും വരേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം അനുദിന ജീവിതത്തിൽ എല്ലാ മനുഷ്യരും, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ലൗകിക ക്ലേശങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ക്ലേശങ്ങളിലെല്ലാം അപ്പനായ കർത്താവിനെ ആശ്രയിക്കാനുള്ള ഒരു ദൈവാശ്രയ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം പ്രതിസന്ധികളിൽ നമ്മൾ പല പ്രാവശ്യം ലോകത്തിൻ്റെ പല മാർഗങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകാം. നമുക്ക് പഴയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോവുകയാണെങ്കിൽ, അബ്രാഹത്തിന് വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു. എന്നാൽ മക്കളില്ലായിരുന്ന അബ്രാഹം ത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു മകൻ ജനിക്കും. ഈ വാഗ്ദാനത്തിൽ അബ്രാഹം വിശ്വസിച്ചു. അതിൽ ബോധ്യത്തിൽ അബ്രാഹം ജീവിച്ചു വരികയാണ്. ഈ സമയത്താണ് തൻ്റെ ഭാര്യയുടെ ഒരു ഉപദേശം കേട്ടിട്ട് ഹാഗാർ എന്ന് പറഞ്ഞ ഈജിപ്തുകാരിയായ ദാസിയിൽ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ഭാര്യയുടെ ഉപദേശം അദ്ദേഹം സ്വീകരിക്കണം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഹാഗാറിൽ നിന്ന് ഇസ്മായിൽ ജനിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കെ തന്നെ മാനുഷികമായ ചില ബുദ്ധിക്ക് അടിമപ്പെട്ട് അബ്രാഹം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ഒരു ഇടർച്ച ഉണ്ടാകുന്നത് നമ്മൾ കാണിക്കണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മാനുഷികമായ എല്ലാ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കാറുണ്ട്. ഇത് മനുഷ്യരുടെ എല്ലാം ഒരു പ്രത്യേക പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ടതുണ്ട്. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. മനുഷ്യർ നമ്മളെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. സങ്കീർത്തനം 50-ാം അധ്യായത്തിൽ 15-ാം വാക്യം പറയുന്നുണ്ട്, കർത്താവ് അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പം നമ്മുടെ അനർത്ഥ കാലങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കാനും ദൈവമാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും സഹായമെന്നും ഒരു ബോധ്യത്തിലേക്ക് നമ്മൾക്ക് വരേണ്ടതുണ്ട്. സങ്കീർത്തനം 27-ാം അധ്യായത്തിൽ 5-ാം വാക്യം കർത്താവ് പറയുന്നുണ്ട്, ക്ലേശകാലത്ത് അവിടുന്ന് എനിക്ക് എൻ്റെ ആലയത്തിൽ അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്ന് എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇത് ദാവീദ് രാജാവ് എൻ്റെ ജീവിതത്തിലെ ബോധ്യത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം വിവിധ ശത്രുക്കളുടെ എല്ലാം ഇടയിലൂടെയും കർത്താവ് ദാവീദ് രാജാവിനെ മനോഹരമായിട്ട് സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് ആദ്യമായിട്ട് രാജാവാകാൻ വേണ്ടി അഭിഷേകം ചെയ്യുന്ന രംഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ 1 സാമുവേൽ 16-ാം അധ്യായത്തിൽ 12-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ പവിഴ നയനങ്ങളുള്ള ആ ദാവീദിനെ തൻ്റെ കുഴലിലെ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ മുതൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു വന്നു. 1 സാമുവേൽ 16-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഈ ദാവീദ് രാജാവ് പിന്നീട് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. രാജാവാകാനുള്ള അഭിഷേകം ലഭിച്ചുവെങ്കിലും ആ ദാവീദ് സാവൂൾ രാജാവിൻ്റെ വിവിധ ആക്രമണങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 34 നമ്മൾ വായിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 34-ൽ അദ്ദേഹം ദൈവം സംരക്ഷകൻ എന്ന ഹെഡിങ്ങോട് കൂടിയുള്ള ആ സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പഴയ തലമുറയിലേക്ക് പറ്റി ചിന്തിക്കുവിൻ. പ്രഭാഷകൻ പഴയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടാണ് പറയുക, കഴിഞ്ഞ തലമുറയെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാസരായവരാരുണ്ട്, അവിടുത്തെ ഭക്തരിൽ ആരാണ് അവഗണിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആരാണ് പരിത്യക്തരായത്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്. ഇവിടെ
പ്രഭാഷകൻ 2-ാം അധ്യായം 10-ാം വാക്യം വ്യക്തമായി നമ്മളോട് പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ കാര്യത്തിൽ കർത്താവ് വ്യക്തമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് ഒരു വലിയ അഭയദുർഗമാണ്. അപ്പോൾ നമ്മൾ നിമിഷം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുദിനം നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കർത്താവിൽ ആശ്രയിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ മോശയെ നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മോശ, തൊട്ടുപുറകിൽ ഈജിപ്തിലെ സൈന്യം കടന്നു വരികയാണ്. ഈ സമയത്ത് പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണ് മോശ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടുന്ന് ആ മോശ അവിടെ ചുറ്റും നിൽക്കുന്ന ഇസ്രായേൽക്കാരോട് പറയുന്ന വചനം പുറപ്പാട് 14-12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുകയും കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾ ഇപ്പോൾ കാണും. ഇപ്പോൾ കാണുന്ന ഈജിപ്തുകാരെ നിങ്ങൾ ഇനിമേൽ കാണുകയില്ല. അപ്പോൾ ആ സമയത്ത് മോശയുടെ ദൈവത്തിലുള്ള ആശ്രയത്തെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് പ്രതിസന്ധിയിൽ തൊട്ടു മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഈജിപ്തുകാർ. എന്നാൽ മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ. ഇത് ഓരോ ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. അതായത് കർത്താവ് പറയുന്നുണ്ട്, സങ്കീർത്തനം 27:5, ക്ലേശകാലത്ത് അവിടുന്ന് എൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും. അവിടെ നമ്മൾ തന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കും, നമ്മളെ ഉയർന്ന പാറമേൽ നിർത്തും. ഉയർന്ന പാറമേൽ നിർത്തുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ ഉയർന്ന പാറമേലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ശത്രുവിനെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പണ്ട് നമ്മളെ അയൽരാജ്യം നമ്മളെ ആക്രമിച്ച സമയത്ത് സിയാച്ചിൻ പർവ്വത നിരകളിൽ മുകളിലാണ് പാകിസ്ഥാനിലെ പട്ടാളക്കാർ കയറിയത്. എന്തെന്നാൽ ഈ പഴയ നിരയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ശത്രുക്കളെ കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം പറയുന്നു സങ്കീർത്തനം 27-ാം അധ്യായം 5-ാം വാക്യത്തിൽ, നിങ്ങളെ ഉയർന്ന പാറയുടെ മുകളിൽ നിർത്തുന്നു. അതായത് ശത്രുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്, ശത്രുവിനെ നമുക്ക് ആക്രമിക്കാൻ പറ്റാത്ത ഉയരത്തിൽ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും എന്നൊരു ബോധ്യം നമുക്ക് വരണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്കറിയാം, അനുദിനം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെയൊക്കെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്. ആ സമയത്തെല്ലാം നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഏശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 31-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ ചിറകടിച്ചു വരും. അവൻ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. സങ്കീർത്തനം 103:13 പറയുന്നുണ്ട്, പിതാവിൻ മക്കളോടെന്ന പോലെ തൻ്റെ ഭക്തരോട് ദൈവം കനിവ് കാണിക്കുന്നു. പിതാവിന് ഒരു അപ്പന് മക്കളോട് എങ്ങനെയാണോ സ്നേഹം, അതുപോലെയാണ് ദൈവപിതാവ് തൻ്റെ ഭക്തരോട് അലിവ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കടന്നുപോയി കഴിഞ്ഞാൽ ദാവീദ് രാജാവ് ദൈവത്തിലെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദ് രാജാവിൻ്റെ ഓരോ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും ദൈവത്തെ എത്രമാത്രം ആ മകൻ ആശ്രയിച്ചു എന്നത്. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിന് ദാവീദിനെക്കുറിച്ചുള്ളൊരു മതിപ്പാണ്. നമ്മുടെ ഓരോരുത്തരെ പറ്റി ദൈവം ഇത് പറയുവാനായിട്ട് ഇടയാകട്ടെ. അതായത് നമ്മുടെ എന്നിൽ, അല്ലെങ്കിൽ ഓരോ മകനിലും മകളിലും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിലും എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകളെ കണ്ടെത്തിയെന്ന് ദൈവത്തിന് പറയുവാനായിട്ട് സാധിക്കത്തക്ക വിധത്തിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ ആശ്രയിച്ച് നിൽക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് ഈ ലോകത്തുള്ള സകല വ്യക്തികൾക്കും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമാണെന്നുള്ളൊരു ബോധ്യം ദൈവത്തിന് തന്നെ. ആ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിൻ്റെ പല ആശ്വാസങ്ങൾ തേടിപ്പോയാൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും വലിയ കുഴിയിലേക്ക് വീഴുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വചനം നമ്മുടെ മനസ്സിലേക്ക് ഒരു കൂടി കൊണ്ടുവരാം. ഹെബ്രായർ 13-ാം അധ്യായം 6-ാം വാക്യം പറയുകയാണ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യരുടെ വാക്കുകളിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മറ്റു പറയുന്ന വ്യക്തികളെ അനുസരിച്ച് പോവുകയും ചെയ്താൽ അപരാധത്തിന് പറ്റിയതുപോലെ ഇസ്മായിൽ എന്നൊരു മകൻ ഉണ്ടായത് വഴി പിന്നീട് ആ കുടുംബത്തിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾ നമുക്കറിയാം. പിന്നീട് ഹാഗാറിനെ പുറത്തിറക്കി വിടുകയും അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയും ദൈവം പിന്നെ അവളെ വീണ്ടും കുടുംബത്തിലേക്ക്, അത് അബ്രാമിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്. പ്രഭാഷണങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവിൻ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി കുഴിയിലേക്ക് കടന്നു പോകുവാനായിട്ടോ അല്ലെങ്കിൽ വലിയ
പ്രതിസന്ധിയിൽ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ, സങ്കീർത്തനം 25 അധ്യായത്തിൽ 12 വാക്യത്തിൽ പറയുന്ന പോലെ, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി എന്തെന്ന് അവിടുന്ന് കാണിച്ചു കൊടുക്കും. ആകയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പക്ഷേ നമ്മൾ ആർജിച്ചെടുത്ത പല കാര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ നമ്മളെല്ലാവരും ആശ്രയം വെക്കുക. ഒരുപക്ഷെ നമുക്കുള്ള ഡിഗ്രിയിലോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിലോ നമ്മുടെ സമ്പത്തിലോ സൗന്ദര്യത്തിലോ ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇവയൊക്കെ നമുക്ക് തുണയാവുമെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. സങ്കീർത്തനം 147 അധ്യായത്തിലെ 10 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് പടക്കുതിരയുടെ ബലത്തിൽ സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ പ്രസാദിക്കുന്നുമില്ല, തന്നെ ആശ്രയിക്കുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. സങ്കീർത്തനം 147:10 പറയുകയാണ്, പടക്കുതിരയുടെ ബലം അല്ലെങ്കിൽ ഓട്ടക്കാരൻ്റെ ശീഘ്രത എന്നൊക്കെ പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിൽ നമ്മളോട് ചേർത്ത് വെച്ചിരിക്കുന്ന, നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന, നമ്മൾ കരുതി വച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ എന്നെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഉന്നതത്തിലേക്ക് പോകും. അപ്പോൾ സങ്കീർത്തനത്തിൽ 1 അധ്യായത്തിൽ 2 വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, 2 വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, അവൻ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവകൽപ്പനയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ആനന്ദം എപ്പോഴും കർത്താവിൻ്റെ നിയമത്തിലായിരിക്കും. അവൻ രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, അവൻ നീർച്ചാലിനരികെ നട്ടതും എപ്പോഴും ഫലം നൽകുന്നതുമായ ഒരു വ്യക്തിയായിട്ട് മാറും. അവന് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് അത്ഭുതകരമായി സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളോട് നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് കൃത്യമായി സഹായിക്കാൻ. സങ്കീർത്തനം 46:1 പറയുന്നുണ്ട്, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതയിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46:1 പറയുകയാണ്, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതയിൽ അവിടെ നമുക്ക് സുനിശ്ചിതമായ തുണയാണ്. അപ്പോൾ ഈ സുനിശ്ചിതമായ തുണയിൽ നമ്മളെപ്പോഴും ആശ്രയിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികളിൽ കർത്താവ് എപ്പോഴും അവരുടെ സംരക്ഷണത്തിനായിട്ടുണ്ടാകും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 34 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 34 ഓരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 34 അധ്യായത്തിൽ 9 വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവാനും അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു കുറവും വരുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ഒരുപക്ഷെ ചില സഹനത്തിലൂടെ ചില പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തിവിട്ടേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോമ 5:4 പറയുന്ന പോലെ, കഷ്ടത സഹനശീല ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകും. ഇതിനു വേണ്ടി ചില പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തി വിട്ടാൽ പോലും ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് നമ്മളെപ്പോഴും വിശ്വസിക്കണം. വിശ്വസിച്ചേറ്റ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അപ്പോൾ എബ്രായർ 13:6 എപ്പോഴും നമുക്ക് മനസ്സിലുണ്ടായിരിക്കട്ടെ. ആകയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഓരോ ജീവിത മേഖലയിൽ, ഒരുപക്ഷെ നമ്മൾ ജോലി മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കുടുംബത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഈ ഓരോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവിനോട് ആശ്രയിക്കുവാനായിട്ട്, കർത്താവ് നമ്മുടെ കരി പിടിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കാം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് സങ്കീർത്തനം 23 പറയുക. അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ആ ദൈവത്തിൻ്റെ ഊന്നുവടിയും ദണ്ടിലും നമുക്കെപ്പോഴും വിശ്വസിക്കാം. നല്ലതിന് പകരം ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിച്ചാൽ ചിലപ്പോൾ യഥാർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരണമെന്നത് ബന്ധമില്ല. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ജെറമ്യാ 29:11 പറയുന്നത് പോലെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവം ഇവിടെ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. റോമാക്കാർക്ക് ലേഖനത്തിൽ 8 അധ്യായത്തിൽ 28 പറയുന്ന പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിഗണിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും
ദൈവം അത് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പ ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ദൈവത്തിൽ ഇതുപോലെ ആശ്രയിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ജീവിതത്തിൽ അനുദിന പ്രതിസന്ധി വന്നപ്പോഴാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്. അവിടെ കർത്താവ് യഥാർത്ഥത്തിൽ സങ്കീർത്തനം 119:71 പറയുന്നത് പോലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതിനാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ഒരു പടി കൂടി ആശ്രയിക്കാനായിട്ട് ദൈവം ഇടവരുത്തും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണമെന്നില്ല. നമ്മൾ കർത്താവ് മത്തായി സുവിശേഷം 6 അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് പറയുന്ന അന്നന്നു വേണ്ടി ആഹാരം ഇന്ന് നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ കർത്താവ് തക്ക സമയത്ത് ഇടപെട്ട് നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്ഭുതകരമായി നമ്മെ സംരക്ഷിക്കുന്നത് നമുക്കറിയുവാനായിട്ട് സാധിക്കും. ഇത് കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുവാനായിട്ട് ദൈവം അനുവദിക്കില്ല. ഏശയ്യായുടെ പുസ്തകത്തിൽ 54 അധ്യായത്തിൽ 10 വാക്യത്തിൽ പറയുന്നത് പോലെ മലകൾ അകന്നു പോയേക്കാൾ നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാൾ, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഒരുപക്ഷെ നമ്മൾ പാപം ചെയ്ത ദൈവത്തിന് അകന്നു പോകുന്നുണ്ടാവാം. പ്രതിസന്ധികളിൽ ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ ലോകത്തിൻ്റെ മാർഗ്ഗങ്ങളിൽ ഇതിനു മുമ്പ് പലവട്ടം പോയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, കർത്താവേ ഇനി മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഈ ലോകത്തിൻ്റെ പല മാർഗ്ഗങ്ങളിലൂടെ കടന്നു പോകാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമെന്ന് നമുക്കത് ആത്മാർത്ഥമായിട്ടൊരു പ്രതിജ്ഞ എടുക്കാം. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളുടെ എല്ലാ ജീവിതത്തിൽ ചെറുമയ 29:11 സംഭവിക്കും. എനിക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തക്ക വിധത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മളെ സഹായിക്കണമെന്നില്ല. ഈ ലോകത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും എല്ലാം കടന്നു പോയേക്കാം. കർത്താവ് പറയുന്നുണ്ട് മർക്കോസ് 13:31 ആകാശവും ഭൂമിയും കടന്നു പോകുമെന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല. നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വചനവും യഥാർത്ഥത്തിൽ നമ്മളെ അനുദിനം ശുദ്ധീകരിക്കുകയും പുതിയ ബോധ്യത്തിലേക്കും നൽകുകയും ചെയ്യുന്നുണ്ട്, പുതിയ ബോധ്യങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 15:3 പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം ഈ സമയം സ്പർശിക്കുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ഒരുപടി കൂടി ആശ്രയിക്കുവാനായിട്ടുള്ള ശക്തി ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. അനുദിനം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പ്രശ്നം എന്തുമായിക്കട്ടെ, ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മത്തായി 17:20 പറയുന്നുണ്ട്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് പോയി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് വേണ്ടി നമ്മൾ പല ദിവസമായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രശ്നം ഒരു കടുകുമണി പോലെ ആയിരിക്കാം. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് അത് കിട്ടാതെ വരുന്ന സമയത്ത് ഈ കടുകുമണി ഒരു വലിയ മല പോലെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല, ദൈവം അകന്നു പോയോ എന്നൊരു തോന്നൽ നമ്മളുടെ മനസ്സിലേക്ക് വരും. അപ്പോഴാണ് കർത്താവ് പറയുന്നത് മത്തായി 17:20 നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ വിശ്വാസത്തോടെ, അതായത് മോശ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിനെന്ന് പുറപ്പാട് 14:12 പറഞ്ഞതുപോലെ ഇവിടെ ദാവീദ് രാജാവ് സങ്കീർത്തനം 34:5 പറഞ്ഞതുപോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരായി തീരുകയില്ല. ഇല്ലെങ്കിൽ സങ്കീർത്തനം 27:5 ദാവീദ് രാജാവിലൂടെ പറഞ്ഞതുപോലെ കേശകാലത്ത് അവിടുന്ന് എൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, എൻ്റെ കൂടാരത്തിനുള്ളിൽ അവിടുന്ന് എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഇങ്ങനെ ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് നൽകുന്ന ബോധ്യങ്ങളിലെല്ലാം നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ അനുദിന പ്രശ്നങ്ങളിലെല്ലാം ഹെബ്രായർ 13:6 നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കണം. ആകിയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഈ ഒരു വചനം നമ്മൾ അനുദിനം നമ്മുടെ മനസ്സിൽ കോറിയിടുകയും നമ്മുടെ പ്രതിസന്ധികളിൽ മനുഷ്യർക്ക് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുമ്പോൾ അത്ഭുതകരമായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. ഇവിടെ നമുക്കറിയാം പൊതുപിതാവ് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ പൊതുപിതാവ് ജോസഫ് ഏകദേശം 13 വർഷത്തോളം ജയിലിൽ കിടന്നു. നമ്മൾ സങ്കീർത്തനം വായിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി വലിയ മുറിവുകളൊക്കെ ഉണ്ടായി. ആ 13 വർഷം കിടക്കുന്ന സമയത്ത് ജോസഫ് ഇങ്ങനെ ചിന്തിച്ചു എന്ന് കരുതുക, ഞാൻ എന്തിനാണ്
ഒരു പാപം ചെയ്യാനായിട്ട് എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും വർഷം ഞാൻ സഹനിക്കേണ്ടി വന്നത് എന്ന് ജോസഫ് ചിന്തിച്ചിട്ടില്ല. എന്നാൽ ജോസഫ് കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ചപ്പോൾ 13 വർഷത്തെ ആ സഹനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹനങ്ങളെല്ലാം മറക്കത്തക്ക വിധത്തിൽ ഈജിപ്തിലെ വലിയൊരു സ്ഥാനത്തേക്ക് ദൈവം ജോസഫിനെ ഉയർത്തി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് സഹനത്തിനും 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. യേശു ക്രിസ്തു തൻ്റെ അന്ത്യ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഏതൊരു സഹനത്തിനും ഒരു ഉയർപ്പ് നൽകും. യേശുവിന് കിട്ടിയതുപോലെ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തോട് ആശ്രയിച്ച് നിൽക്കുക. സുഭാഷിതം 3:5 പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒത്തിരി തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഏശയ്യ 55:8 പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു. അപ്പം മാനുഷികമായ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. കർത്താവ് നമ്മളെപ്പോലത്തെ ഒരു പദ്ധതി മെനഞ്ഞ് നമ്മളെ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കാം അബ്രാഹാം ഹാഗാറിനെ പ്രാപിച്ച് ഒരു ഈജിപ്തുകാരിയെ നിന്നും മക്കൾ ജനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചതുപോലെ നമ്മളും ചില കുറുക്ക് വഴിയിലൂടെ കർത്താവിൽ നകന്ന് നമ്മുടേതായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൽ നമ്മൾ സംഭവിക്കേണ്ട വലിയൊരു പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ചെങ്കടൽ കടക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ആ ഇസ്രായേൽക്കാർ വലിയ ദൈവത്തിന് മറുതലിച്ച സമയത്താണ് കർത്താവ് അവർക്ക് നേരെ പോകേണ്ട വഴി തിരിച്ചു വിട്ട് ഏകദേശം 40 വർഷത്തോളം മരുഭൂമിയിലോ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ ദൈവം നമുക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ അകന്നു പോയാലും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ പോലും വിശ്വസ്തനാണ്. എന്നാൽ കർത്താവ് 40 വർഷത്തെ അവരുടെ സഹനത്തിന് ശേഷം അവർക്ക് വലിയ ശക്തമായി അവരോട് പറഞ്ഞതുപോലെ തന്നെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ജോഷുവ മോശയുടെ മരണശേഷം ചാർജ് എടുക്കുന്ന സമയത്ത് ജോഷു ഇങ്ങനെ പറയുന്നുണ്ട്. ജോഷുയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതരത്തിലുണ്ടായിരിക്കണം, അത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. ഇവിടെ ജോഷുവയുടെ ജീവിതത്തിൽ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും നീ വലിയ ശക്തിമാനായിരിക്കാം, ജ്ഞാനിയായിരിക്കാം, എന്നാൽ നീ എന്നെ ആശ്രയിക്കുക, ന്യായപ്രമാണ ഗ്രന്ഥം അതായത് ദൈവവചനം നിൻ്റെ അതരത്തിലുണ്ടാകുവാനും അത് പാലിക്കാൻ നീ ശ്രദ്ധിക്കുകയും ചെയ്താൽ നീ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഈ ബൈബിളിനെ ആശ്രയിക്കുവാൻ, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അതിന് പകരം ഈ ലോകത്തിന് പല മാർഗ്ഗങ്ങളാണ്. നമുക്കറിയാം, ലോകത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ ലോകത്തിൻ്റേതായ രീതിയിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഈ സൊല്യൂഷൻ ഒരുപക്ഷെ നമുക്ക് ആത്യന്തികമായ ഒരു സന്തോഷം നൽകണമെന്നല്ല, ഒരു താൽക്കാലിക ഒരു സന്തോഷം നമുക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. ഇവിടെ സങ്കീർത്തനം 34 കർത്താവ് പറയുന്നതുപോലെ, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒന്നും കുറവുണ്ടാവുകയില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ അനുദിനം നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർത്താവാണ് നമ്മുടെ ഓരോ കാര്യത്തിലും അനുദിനം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒന്നും പ്രതിസന്ധിയല്ല. ഇവിടെ ചെങ്കടൽ കടക്കാനായിട്ട് നിൽക്കുന്ന മോശ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നു. പുറപ്പാട് 14:12. ആ സമയത്ത് ചെങ്കടലിൽ കടന്ന ശേഷമുള്ള മോശയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പടിയും കൂടെ മുമ്പോട്ട് കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ റോമ 5:4 പറയുന്നത് പോലെ കഷ്ടത സഹനശീലം ആത്മധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവത്തിൽ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം ഒരു പടി കൂടി വരും. അപ്പോൾ കർത്താവിനെ മോശയെ സംബന്ധിച്ച് പിന്നെ ചെങ്കടൽ വരെയുള്ളൊരു പ്രശ്നമേ അല്ല, അതിലും വലിയൊരു പ്രതിസന്ധി വന്നെങ്കിൽ മാത്രമേ മോശ പതറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ അനുദിന സഹനങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്കറിയാം, മത്തായി 6:33 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം ലഭിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഹെബ്രായർ 13:6 നമുക്ക് വലിയൊരു തുണിയാവും. ആകയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഈ ഒരു വചനം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വലിയ ശക്തി കടന്നു വരികയാണ്. കർത്താവ് നമ്മളോട് നിലത്ത് പറയുന്നുണ്ട്. ഏശയ്യ 54:17 പറയുന്നുണ്ട്, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല, നിനക്കെതിരെ വീഴുന്ന എല്ലാ നാവുകളെ നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണെന്നാണ് ഏശയ്യ 54:16 കർത്താവ് പറയാം. നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല, നിന്നെ
നിനക്കെതിരെ വരുന്ന എല്ലാ നാവുകളെ നീ ഖണ്ഡിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളിൽ കർത്താവിനോട് ആശ്രയിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു ശക്തിയും ബലവും കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ അനുദിന പ്രതിസന്ധികളിൽ നമ്മളെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധം ആകാത്ത വിധത്തിൽ കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം നമുക്ക് ലഭിക്കും. അത് ഈ കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. യേശു എൻ്റെ പരസ്യ ജീവിത സമയത്തെല്ലാം ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിൽ, മത്തായി സുവിശേഷം, ലൂക്കാസ് സുവിശേഷത്തിൽ 10ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പോയിട്ട് വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവെ, പിശാചുകൾ പോലും ഞങ്ങൾ കീഴ്പ്പെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് പിശാച് ഇടിമിന്നൽ പോലെ, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരാളെ ഈ ലോകത്തിലേക്ക് വിടുമ്പോൾ വലിയൊരു സംഘർഷത്തോടു കൂടിയാണ് വിടുന്നത്. അപ്പോൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വചനം എന്ന് പറയുന്നത് ഹെബ്രായർക്കാർക്ക് ലേഖനത്തിലെ ആ വചനം നമ്മൾ മറക്കാതിരിക്കട്ടെ. ആകയാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഓരോരുത്തരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com